everyone, welcome to my channel. This is Jishna. So ഇന്ന് കാലിഡ് പോയിന്റിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് വരുന്നത്. കുഞ്ഞിക്കൂനൻ, അതുപോലെ ജോക്കർ എന്നിങ്ങനെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ മന്യയാണ്. മന്യ ഇപ്പോൾ എവിടെയാണെന്നും മന്യയുടെ പുതിയ വിശേഷങ്ങൾ എന്താണെന്നും സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. So welcome Manya, welcome to Canid Point. Thank you. Starting with your beauty secret. So how you this? പണ്ട് ഞങ്ങൾ സിനിമയിൽ കണ്ടിരുന്ന അതേപോലെ തന്നെ എനിക്കിപ്പോ കാണുമ്പോൾ യാതൊരു മാറ്റവും ഫീൽ ചെയ്യുന്നില്ല. ജോക്കറിലും കുഞ്ഞിക്കുഞ്ഞിലും ഒക്കെ കണ്ട അതേപോലെ തന്നെ. How you maintaining this? I don't do. So first of all, ഞാൻ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. So that was one thing whenever I used to do shooting, when I was filming, I always used to use sunscreen. So I think that helped. പക്ഷെ എനിക്ക് ഭയങ്കര നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് ഇഷ്ടം. ഞാൻ യൂസ് ചെയ്യുന്നത് കുറെ ലൈക്ക് വൈറ്റമിൻ സി ആൻഡ് കുറെ നാച്ചുറൽ പ്രോഡക്ട്സ് ആണ്. പക്ഷെ എനിക്ക് എൻ്റെ അഭിപ്രായത്തില് ഐ തിങ്ക് ഫുഡ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഇഫ് വി ഹാവ് പ്രോപ്പർ ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, ന്യൂട്രിയൻസ് എല്ലാം. പിന്നെ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇഫ് യു ഹാവ് ലൈക്ക് ഹെയർ ഫോൾ or skin issues, I think we should always ask a doctor. എന്നെങ്കിൽ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഹോർമോൺസും പിന്നെ നമ്മുടെ ന്യൂട്രീഷൻ ഹാബിറ്റ്സ് ആണ്. യു ക്യാൻ ചേഞ്ച് ഇറ്റ്. സോ എക്സ്റ്റീരിയർ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് നന്നായിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഷോസ് ഓൺ യുവർ സ്കിൻ ഓൾസോ. ഓക്കെ. സോ ചെറുപ്പം എങ്ങനെയായിരുന്നു ഫിലിം ഫീൽഡിലോട്ടുള്ള എൻട്രി? എങ്ങനെയായിരുന്നു? സോ എനിക്ക് ഞാൻ ഫിലിം ഫീൽഡ് വരണം വേണ്ടിയിട്ട് ഒരു അഭിപ്രായം, ഒരു ഡെസിഷൻ എടുത്തിട്ട് വന്നിട്ടില്ല. എനിക്ക് ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് ആണ്. സോ എൻ്റെ അച്ഛൻ മരിച്ചത് ഞാനപ്പോൾ ടീനേജർ ആൻഡ് അച്ഛൻ മരിച്ച ശേഷം ഞങ്ങൾക്ക് I realized I have to take up responsibility, ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ I was studying. സോ അപ്പോൾ ഞാൻ അതൊക്കെ വേണ്ടി ഒരു മോഡലിംഗ് ചെയ്തു, വെരി കാഷ്വലി ഒരു മോഡലിംഗ് ചെയ്തു. ആ മോഡലിംഗ് ചെയ്ത ശേഷമാണ് എനിക്ക് ഫസ്റ്റ് എൻ്റെ തെലുഗു മൂവി ഓഫർ എനിക്ക് കിട്ടിയത്. സോ ആ മൂവി ഓഫർ കിട്ടിയ ശേഷം അങ്ങനെ ആ മൂവി നന്നായിട്ട് ഹിറ്റായി. പിന്നെ എനിക്ക് ഒരുപാട് മലയാളത്തിലെ, കന്നഡ, തമിഴ് അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് വന്നു. സോ അങ്ങനെയാണ് മൂവി കരിയർ സ്റ്റാർട്ട് ആയത്. പക്ഷേ ഞാൻ ഐ ഡിഡ്ന്റ് മേക്ക് എ ഡെസിഷൻ ആൻഡ് ജോയിൻ മൂവീസ്. ഈ അടുത്തിടെ ഒരു ട്രോൾ വന്നല്ലോ, വാസുവണ്ണൻ. എങ്ങനെയാണ് ട്രോളുകളോടുള്ള റിയാക്ഷൻ? എങ്ങനെയാണ്? You feel angry or you are enjoying this? See, I also mentioned in a couple of other interviews also. എനിക്ക് ആദ്യം ഞാൻ എല്ലാം കണ്ടിട്ടില്ല. I haven't seen all the memes and all the videos. ഞാൻ കണ്ടത് only that ഉയരെ and my husband also saw it. സോ ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു അങ്ങനെ ഒരു ഹീറോയിൻ ഒരു വില്ലൻ ഗ്ലോറിഫൈ ചെയ്തിട്ട് ഓർ ഒരു അങ്ങനെ ഒരു റേപ്പ് കോമൺ നോർമലൈസ് ചെയ്തത് അങ്ങനെ തോന്നില്ല. So when the first time and my colleagues in the film industry were the ones who sent me the video. So അവർക്ക് അങ്ങനെ തോന്നിട്ടില്ല. All of them took it as a joke. അത് പിന്നെ ഒരു സീരിയസ് ആയിട്ട് മാറി. So what I want to say is the people who did the troll did not do the troll thinking that they're going to normalize rape or they're going to glorify a villain. Angane avaru they didn't have that in mind when they made the troll. They made the troll with an intent of just a joke. But adu oru serious nobody in any common sense or any proper frame of mind will normalize rape or will glorify a villain. Nobody will do that. I'm a lady myself. I have a daughter. Angane rape is a very very serious issue, and it's something not only in India, I think all over the world we are facing this issue, and it's not only even ladies, even babies are being raped. So I don't think anybody with a common sense and with a normal frame of mind will normalize rape or will glorify a villain of that kind. So I don't think that troll was made with that intent. Okay. ഒരുപാട് ആക്ടേഴ്സിന്റെ കൂടെ മലയാളത്തിൽ ഒരുപാട് സൂപ്പർ താരങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. So working with whom you feel most comfortable? I think എനിക്ക് ഭയങ്കര എൻ്റെ ഭാഗ്യമാണ്. ഞാൻ എല്ലാ സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ അഭിനയിച്ചു. ആൻഡ് ഫ്രോം എക്സെപ്റ്റ് ഫോർ ലാലേട്ടൻ.
So that's what Agram. Hopefully, maybe I'll come back with Lalit, and hopefully, let's see. But I worked with all major actors, and Ellarude kuda I've learned a lot. So be it Dilip, he's an amazing actor. Be it Mamukka, all of them. ഞാൻ അവരുടെ നോക്കിയിട്ട് ഞാൻ പഠിച്ചതാണ്. So I cannot choose one. I think all of them whom I worked with, I think they're amazing actors. They're amazing human beings. ഇപ്പോഴും തിരിച്ച് when I my memories നോക്കുമ്പോൾ, I loved working with Jairam Mehta. I loved working with Dilip. I loved working with Mamukka, with Suresh Etta. Everyone, it was like more like a family and friends kind of a relationship with all of them. Shooting എന്തെങ്കിലും ഒരു moment, can you share something? എന്തെങ്കിലും ഒരു Oh yeah. ഷൂട്ടിങ്സിലെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അങ്ങനെ it's so difficult to actually try to pick one, because there's so many beautiful incidents that have happened in my career. I think one incident was ഞങ്ങൾ ജോക്കർ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ ഒരു ഷോട്ട് ഉണ്ട് ട്രപ്പീസ് ആക്ടില്. സോ അത് ഫസ്റ്റ് ലോഹി സർ സെഡ് വിൽ യൂസ് എ ഡൂപ്പ്. അപ്പോൾ ഞാൻ ലോഹി സർ അടുത്ത് പറഞ്ഞു എനിക്ക് ചെയ്യണം, ഐ വോണ്ട് ടു ഡു ഇറ്റ്. സോ ലോഹി സർ പറഞ്ഞു വേണ്ട, ഇഫ് യു ഫോൾ ഇറ്റ്സ് ഡേഞ്ചറസ് ബിക്കോസ് ഇറ്റ്സ് അറൌണ്ട് 10-15 feet ഹൈ, ക്യാമറ കീഴെ ഉണ്ട്, ദർ ഇസ് നോ നെറ്റ്. അത് ആ ഷോട്ടില് ദ ക്യാമറ വാണ്ടഡ് ടു ടേക്ക് ഫ്രം എ ലോ ആംഗിൾ വിത്ത് നോ നെറ്റ്. സോ നെറ്റ് ഇല്ല. So I said, no, I want to do it. Appo Lohi sir said, okay, mummy illa avide. Eppoഴും mummy location la undavum. Mummy was sitting in the side, so she didn't hear me talking to Lohi sir. So naan cheyidu. First shot super aayittu vannu. I did the trapeze act. It came out very well. Then Venugopal sir was the cameraman. He said, let's take one more shot, close up, like zoom in close up. ആ ഷോട്ട് ചെയ്യുമ്പോൾ everybody started clapping. എനിക്ക് ഭയങ്കര ഓവർ എക്സൈറ്റ്മെന്റ് കൈ വിട്ടു. My God. I fell straight. They had kept a bed on the floor. എന്റെ ലക്ക്, എന്റെ ഭാഗ്യമാണ്, ഞാൻ താഴെ വീഴുമ്പോൾ I fell exactly at the edge of that bed. For I don't know what happened after that. Blackout eye. When I woke up, Lohi sir, everybody was rubbing. My mom was like crying, rubbing my hand, making sure that I'm okay and all that stuff. So that was അതിനുശേഷം മമ്മി എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ഇത് ഏതെങ്കിലും this will do some stunt or another. അപരിചിതൻ ഫിലിമില് ഇതുപോലെ എന്തെങ്കിലും സ്നേക്സിന്റെ ഒക്കെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നില്ലേ? ഓ സ്നേക്സിന്റെ ആ സ്നേക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ അപരിചിതനിലെ സ്നേക്ക് ഇല്ലേ, അത് ജോക്കറിലെ ഒരു സോങ് ഉണ്ടല്ലോ, ധ്വനി തരംഗത്തല്ലോ, ആ പാട്ടിലെ സ്നേക്കാണ് അത്. അത് ആ സ്നേക്ക് എന്റെ എല്ലാ മൂവിയിലെ സെയിം സ്നേക്ക്. So അങ്ങനെയാണ് ആ സ്നേക്ക് 5 years, so 2000 ആദ്യം എനിക്ക് ആ സ്നേക്ക് പരിചയമായി. സോ അങ്ങനെ അപരിചിതത്തിൽ വരുമ്പോ സെയിം ആളാണ് ആ സ്നേക്ക് എടുത്ത് വരുന്നത്, ചേച്ചി ജോക്കർ. So it was very funny. So the same snake ആണ്. ആ സ്നേക്ക് അത് എടുക്കുമ്പോ I felt like as if I knew the snake, because അപ്പൊക്കെ ആ snake was 5 years old. ഞാൻ ആദ്യം കാണുമ്പോ ഒരു ചെറിയ സ്നേക്ക് ആയിരുന്നു, അത് വലിയ സ്നേക്ക് ആയി. എനിക്ക് പേടിയില്ല. I always try to do my own things. So അപരിചിതൻ also even jumping from that wall, അതെല്ലാം ഞാൻ തന്നെ ചെയ്തത്. അത് exam papers, when you try to take the exam papers, there was a jump from the wall. All I did myself. Okay. So I have seen that an inspiring note that says about education, right? Education is everything. It's true that education gives us wings to fly. So can you share your positive experience from life about that, your education and career? Yeah. So most important thing what I want to share with everybody is, it's beautiful to have a career in the film industry. Because most of the youngsters I see reach out to me saying, Chechi, how do we get into movies? Chechi, how do we become a star? It's good. Okay, if you try. You try once, you try twice, but you don't waste your life trying for something that's not meant for you. Like for me, എനിക്ക് accidentally ആണ് ഞാൻ സിനിമയിൽ വന്നത്, and I didn't decide and come.
So I always wanted to study. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു to study always, because I feel education is most important for everyone, and it should be a right that for everyone there should be education should be available. Yeah. So that's what I want. What message I wanted to send is, it's okay even if you're in the film industry, or even if you want to join direction or whatever, you should have a basic education, because sometimes you might not make it. There are many actors whom I know, whom I knew as actors, who actually committed suicide or went into depression, because film industry is a very momentary. Over time we will be superstars and then we fall. Whatever goes up falls down. So that it's never certain. What is certain income varilla film industry. It's very, very what do you say, unstable, right? So if you're lucky, you are able to become a big star, that's good. But a lot of people are not that lucky to become a big star and all that. So you should always have an education which gives you a background. Even if you don't have movies, you can financially be independent and support yourself. So I think that is very important. And in context to that, I want to mention a very important thing which I haven't mentioned, and I want to go live on Instagram and mention. Somebody reached out to me saying that, oh, you were a star in like 4 languages in South India. You worked with such big heroes. How did you feel stepping down to a corporate job? So my reply was, I am not stepping down to a corporate job. Every job is equally important. Just like film stars are one job, even a corporate job is equally important. Even a person who cleans the bathrooms is important. A person who's a nurse is important. Every job is important, and we can't live, right? I cannot do all jobs. I cannot be a farmer. I cannot be a doctor. I cannot be an engineer. I cannot be everything. So all of us are trained to do certain jobs. So I think it's very important to respect and to have dignity of labor and to respect everyone who does every job. So I gave him an answer. I told him, I make as much money as a top heroine today. So what? I'm financially independent. I'm happy in my corporate job. Yeah, definitely. Or an offer kitting, I'll do a role. But careers in the film industry are not. Some people become superstars, but some people also don't. So so you also always should have a fallback. And education is very important for everyone. So among the roles you have played, ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഏത് ഫിലിമിലെ റോളായിരുന്നു? Joker. Joker. Joker in the character Kamala is exactly like me. So character was not difficult. പക്ഷെ അപ്പോൾ ഞാൻ ആദ്യം വന്നപ്പോൾ ജോക്കറിൽ എനിക്ക് മലയാളം അറിയില്ല. സോ എനിക്ക് മലയാളം പഠിച്ച് ഓരോരോ ഡയലോഗ്, എനിക്ക് പ്രോംപ്റ്റിംഗ് ഇല്ല ഡയലോഗ് പറയുമ്പോൾ. ഞാൻ തന്നെ I would memorize by heart the dialogue and I would say it. So അതാണ് എനിക്ക്, it was very hard. You don't know Malayalam at that time, right? But no. You don't know Malayalam. Yeah. At all. I don't know Malayalam at all. I didn't know one word. I didn't have any Malayali friends. So I don't know Malayalam. So ഞാൻ ആദ്യം കേരള വന്നത് ജോക്കർ ഷൂട്ടിംഗിലാണ്. So it was very, very difficult for me to understand. And Malayalam is not like Telugu. Tamil and Malayalam is very close. But Malayalam and Telugu is very different. So it took me some time, but I love Malayalam. Now I love speaking also. So yeah, and I love all my Kerala fans. And today, whatever I am is because of them. So I'm very grateful. What advice you have for our upcoming actors? What tips you have? Most important thing is to keep your head on your shoulders. Ipo bhayangara ego inde prashnaമാണ്. One, you do one movie, it becomes a big hit. People think that they're dropped down from heaven or something like that. So that's the most, I think, important thing to keep in mind, to be down to earth, to be very as humble as you can, because what goes up comes down. So one movie may become a hit, the next movie may be a flop, and that would put you into depression. So I think it's very, very important to have your head on your shoulders and to also have an education. Don't drop out of school and come into movies. Do make sure that you finish your education and you have a plan B, because films there's an element of luck in films. Even if you're very, very talented and you're one of the best actors also, there's an element of luck. If you don't have that luck, you can't make it in films. So it's very important to have plan B, where if not movies, you have something else to do. എപ്പോഴാണ് ഇനി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരവ്?
We all are waiting. ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു നല്ല ഓഫർ കിട്ടിയെങ്കിൽ ഡെഫിനറ്റ് I'll do it. I would love to. എനിക്ക് films is my first love. Films was my bread and butter, so definite ആയിട്ട്. ഇപ്പോഴും ഫിലിംസിലുള്ള ആളുകളായിട്ട് കോണ്ടാക്ട്സ് ഉണ്ടോ? കോസ്റ്റാർസുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് സൂക്ഷിക്കുന്നുണ്ടോ? Yeah. Some people, not everyone. Korea alkar njan ivide when I came to study, I actually lost touch. Njan oru 4 years ivide study cheyumbo bayangara oru I was focused on study, so I lost contact with many people. But some people like Samyukta, Vijay, Yesudas, they're all in touch with me. സോ ഈയിടെ ഞാൻ കണ്ടു ദിലീപേട്ടനെയും ചേച്ചിയുടെയും കൂടെ ഒരു ന്യൂസ് കണ്ടു. ഇപ്പൊ എല്ലായിടത്തും നമ്മൾ പറയുന്ന എന്താണോ മീഡിയ വിൽ ട്വിസ്റ്റ് ഇറ്റ് ആൻഡ് ദേ ക്രിയേറ്റ് സം അതർ സ്റ്റോറീസ് ആൻഡ് റിയാക്ട് ചെയ്തു, മാം ശക്തമായി അതിന് പ്രതികരിച്ചു. ഇത്തരം ഒരു ന്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൗ കാൻ വി മാനേജ് ദിസ്? I'm going to try to see if I can do something and I could report them, because it's very wrong to spread such things. When I said one thing and our news especially, it is also in my interview what I spoke. How can you take what I spoke, change the name of the actor, put some other actor in this when Dilip did not say anything like that? Dilip and I never had any issues when we were working together. I did Joker with him. I did Kuni Kunin. Rakshash Raja also, though I played with Mamuka, Dilip was also there. So it's very wrong to take something out of context and say I said something like that. So I think such media should be banned, and they should have some kind of action, because one thing people forget, we also have families, we also have children. And when you say something wrong, it affects our families and our children too. So you can't just go and just because you have your pen, you cannot just write whatever you want, right? So there should be some kind of action. I reported that page. So let's see what more I can do. If they don't take it down, I'm definitely going to take some action. Okay. Tell me about the family. The family, right now, Vikas is in Dubai with his parents. So Vikas was born in Indore, and that's my husband. And he grew up in Dubai. So he's from Dubai, and now he settled here like 20 years ago. He came to study, so he stayed here. So that's about Vikas. Mommy, huh? She's playing. Oh my God, she's if she's here, I can't even talk to you. That's the thing. And So Omi is the love of my life. I just love spending time with her. I'm so I would say I'm so blessed to have Omi with me, because I did go through a lot to have Omi. I have something called endometriosis, which is very difficult to conceive. So it was very difficult for me to have her, and I went through a lot of pain, lot of heartbreaks and all that. Finally, when I had her, she was this, what do you say, sunshine in my life. And now you can see, like, I love doing everything with her. We spend a lot of time together. And right now she's playing out there. I gave her, normally I don't give her iPad, but I gave her because otherwise she won't let me talk. She'll be like, mama, mama, mama. How's the corona situation there? Is it controlled? No, it was under control. So what happened is, I think it was March to July. It was very, very bad. Wherein we had the most deaths in United States, and they here in Central Park, everywhere they had to set up hospitals in the parks because there was not enough beds in the actual hospital. So it was very bad. A lot of deaths. They used trucks as morgues just because the dead bodies, they couldn't keep the dead bodies in the hospital. So it was very bad from March to approximately July. After that, the protocol was in place to wear masks, social distancing and all that. All of us followed it, and it was under control. But now I think because summerly what happened, people started thinking, oh, it's okay. And they started having parties and, going to the beaches and everything. And now it's increasing again. So we're all again, yeah. I think Europe is also now again going to go under lockdown. So I don't know how, as of now, I'm working from home and no school for Omi, but we don't know how it's going to be. Yeah. What's your passion other than acting? Studying. That's great. So now we are moving on to a rapid fire session. Okay, small little questions is there. So who is your greatest inspiration? My greatest inspiration.
Oh, so hard. I'm inspired from so many people that it's hard to say one person. Like everyone who's strong kind of inspires me. But I think the strongest person I've seen in my life is my grandmother and my mother. Okay. If you were not an actress, what would you be? What I am now. Okay. I would have had a corporate job. I can never be a doctor. My entire family, my father was a cardiologist or doctors. I can never be a doctor. So I would be definitely, I'll be in a math stat background. Same thing, what I am. Can you sing 2 lines of a Malayalam song? I'll sing Omi's favorite song. Of course. Only 2 lines because I'm not prepared for this. Masam masam, mansuk masam, mayapukal pukum masam. Thank you. Welcome. Celebrity crush. My celebrity crush. Oh my God. Amitabh Bachchan. When he says "Kai ke pan Banaras wala," I used to be like, yeah, If you're going yeah, to make a documentary or a short film about something, yeah. what would it be about? My life. Yeah. I think in my life, Jishna, I've faced so many setbacks. So many setbacks. Like every stage of my life, I have faced setbacks. So I think if I would make a documentary on my own life, it would help a lot of people out there who need that support or who need that, what would you say, encouragement to say, keep doing what you're doing and never give up. For example, when I was a child, I lost my dad. And then again, when I was doing movies, there were so many setbacks, and you know how people are. And um, I'm a very moralistic, ethical kind of person, and sometimes there are things that you don't like. And for me, it was very hard to overcome any kind of issues that I had. And I was the only person making money in my house, so it was always very stressful. And then I came here. I had so many setbacks in the form of my health. I had this endometriosis came up, and that was a very big. I have so many setbacks in my life, even to have Omi. So everything in my life, which is normally very easy for a normal person, was difficult for me. So I think I would make a documentary of my own life. Love marriage or arranged? Oh, it was love. Huh? Biggest strength. Biggest strength, my never give up attitude. I will never give up. If I want something, I will never give up. Happiness. My Omi is my happiness. I know that will be the answer. Yeah. Now we are moving on to never I have session. I'll say some funny statements, okay? Okay. Something like this is really funny, so you have to show never or I have. And if you are, Okay. you can say when or why, you can say the reason also. Okay. If I'm both, I say both. Yeah. You can just say it. Okay. I'm ready. പല്ല് തേക്കാതെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? Is it? Okay. Would you like to say the situation? Yeah. Sometimes when Omi is sleeping, and if I want to enjoy something, I sneak out and I don't I don't even care about brushing, washing my face because I want to enjoy my food. I just go and eat. My chai especially. I had so many times I've had tea without brushing my teeth. കാശ് കൊടുക്കാതെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ ബസ്? Oh yeah. Yes. Rome, mummy and I had gone for a show. Rome ആയിരുന്നു Vatican City le. Appo ഞങ്ങൾക്കറിയില്ല avade you have to take a bus pass and travel. We thought it's like India where you have to get in the bus and you pay the ticket. So we got in the bus but nobody asked for ticket. So we kept going. So yeah. ഷൂട്ടിംഗ് സെറ്റില് വൈകി എത്തിയിട്ടുണ്ട്. Shooting set le? വൈകി എത്തിയിട്ടുണ്ടോ? ലേറ്റ് ആയിട്ട് ചെന്നിട്ടുണ്ടോ? Oh. Proudly. Okay. Never. Okay. Never. മേക്കപ്പ് ഇടാതെ പുറത്ത് പോവാറില്ല. Oh. പോവാറുണ്ട് മേക്കപ്പ് ഇടാതെ. Yes. ഇപ്പോഴും എല്ലാം After you become a mother, sometimes you don't even take a shower and you go outside. All mothers will understand my situation. മലയാള സിനിമകളെല്ലാം വിടാതെ കാണാറുണ്ട്.
I can't say that. കുറച്ച് കാണാറുണ്ട്. ഇപ്പോ എനിക്ക് സമയമില്ലാതെ കൊണ്ട് I don't. Otherwise, I watch a lot of movies. Yeah. ഒരു വീക്ക്നെസ് ആണോ? ഏത്? Sorry. Shopping. Yes. എനിക്കില്ല. പക്ഷെ എനിക്ക് ഇത്. I hate shopping and I am not a shopping person. ഫോണിൽ വിളിച്ച് ആരെങ്കിലും പ്രാങ്ക് ചെയ്തിട്ടുണ്ടോ? Yes. Now tell me. എന്റെ അനിയത്തി ഫോണിൽ വിളിച്ച് I did acting as if I'm in the hospital. I got a hospital gown for Halloween. ഒരേ ആക്ടിങ് ചെയ്ത് I think it's the final stages. If I don't come to India again. That was for April Fool. അവൾ ആക്കി April Fool. അവള് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ വിറ്റു. I was like, oh. ചെയ്തിട്ടുണ്ട്. സ്വയം സംസാരിക്കാറുണ്ടോ? എവിടെ? Sorry. When you are sitting alone. Oh. Yes. കുറച്ച് വട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട് വട്ട്. കുറച്ച്. Yeah. Very genuine answers. Okay. Very genuine, very genuine. You will not get anything fake from me. All genuine answers. So that's it. So now we came to an end. So thank you so much. I'm really, really happy talking with you. Thank you. Same here. So Same here. Thanks, Krishna. So tell me something to our audience. Oh, thanks. First of all, എല്ലാവർക്കും വളരെ നന്ദി. എന്റെ ഇത്രയും സ്നേഹം തന്നത്, പിന്നെ ഇത്രയും എന്റെ മൂവീസ് കണ്ടിട്ട് ടുഡേ വാട്ട് എവർ ഐ ആം ഇസ് ബിക്കോസ് ഓഫ് ഓൾ മൈ ഫാൻസ്. സോ എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും എന്റെ ഗുഡ് വിഷസ്. എനിക്ക് ടുഡേ ഇസ് കേരള പിറവി. സോ വിഷ് യു എല്ലാവർക്കും കേരള പിറവി ആശംസകൾ. ആൻഡ് ഐ ഓൾവേസ് സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹാപ്പി, stay positive, and all of us have different goals in life, and we have different capabilities. Some people are very intelligent, some people take some time. I am the one who takes time. So never give up. If you have a goal, if you have something in mind, never give up, and always have plan B. If not something, you will get something else. So stay blessed, and please be safe, and I love you all. Ellarkum so much sneham. Okay, thank you so much. Lots of love. Thanks, Krishna. Take care. Take care.